നിങ്ങൾ ആര്? ഞങ്ങൾ കേരള പോലീസിൽ നിന്നാണ് ഒരു കേസുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ അറിയാൻ വന്നതാ. സരോജല്ലേ? அம்மா தான் சார். உடம்பு சரியில்லாம படுத்துருக்காங்க. சார் என்ன சார் பிரச்சனை? எனக்கு ஒன்றும் புரியல. എന്റെ പേരെന്താ? ബിജു. ഇത് സരോജയുടെ നമ്പറാണോ? ஆமாம் சார். ഒരു പെൺകുട്ടിയുടെ മിസ്സിംഗ് കേസായി ആ നമ്പർ ഒന്ന് ലിങ്ക് ആയിട്ടുണ്ട്. അതൊന്ന് ക്ലാരിഫൈ ചെയ്യാൻ വന്നതാ. சார் அம்மாவோட நம்பர் ஃபோனோட சேர்ந்து மிஸ் ஆகிடுச்சு சார். அம்மா இப்போ வேறு நம்பர் யூஸ் பண்ணுறாங்க. അപ്പോൾ ആ പഴയ ഫോൺ എപ്പോഴാണ് പറഞ്ഞു പോയത്? அது வந்து நம்ம வருஷம் ஆச்சு சார். എന്നിട്ട് പോലീസ് പരാതി ഒന്നും കൊടുത്തില്ലേ? சார் அது பழைய மாடல் ஃபோன் சார். அதுவும் இல்லாமல் சுவிட்ச் ஆஃப் ஆயிருந்துச்சு. அதனால அப்படி விட்டுட்டோம் சார். ഓ, പിന്നെ നിങ്ങളും നിങ്ങളുടെ ഫാമിലിയായിട്ട് ബന്ധപ്പെട്ട ഏതെങ്കിലും സ്ത്രീകൾ മിസ്സിംഗ് ആയത് എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? இல்லை சார் அப்படிலாம் ஒன்று. പിന്നെ ഈ സരോജയുടെ മകനെ നമുക്ക് പൂർണ്ണമായിട്ടും വിശ്വസിക്കാമോ? വിശ്വസിക്കും സാർ. ഞങ്ങൾക്കും ആ സംശയം ആദ്യം ഉണ്ടായിരുന്നു. പിന്നെ ക്രോസ് ചെക്ക് ചെയ്ത് നോക്കി, അവന്റെ ബാക്ക്ഗ്രൗണ്ടും ചെക്ക് ചെയ്തു. പിന്നെ അവന്റെ ഫാമിലി അങ്ങനെ ഒരു മിസ്സിംഗ് കേസ് ഉണ്ടായിട്ടില്ല. അവരുടെ മിസ്സായ ഫോൺ മറ്റവന്റെ കയ്യിലെത്താനാണ് സാധ്യത. അതോ മോഷ്ടിച്ചതാണെങ്കിലോ? സാർ ആ സംശയം എനിക്കുണ്ട്. ഇതുപോലെ മോഷ്ടിച്ച ഫോണുകൾ ഇതിനു വേണ്ടി അവൻ ഉപയോഗിച്ചിട്ടുണ്ടാവും. സംഭവം എത്ര സീരിയസ് ആണെന്നുള്ള കാര്യം ഞാൻ ശങ്കർ സാറിനോട് സൂചിപ്പിച്ചിട്ടുണ്ടോ? ഓ സാർ, പിന്നെ വേറൊരു കാര്യം ഉണ്ടായിട്ടുണ്ട്. ഈ കോട്ടായിക്കോണം കേസിലെ വിമലയുടെ ഫോൺ മിസ്സായതിനു ശേഷം കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ആക്റ്റീവ് ആയിട്ടുണ്ടായിരുന്നു. ആ നമ്പറിൽ നിന്ന് വേറെ നമ്പറിലോട്ട് ഫോൺ കമ്മ്യൂണിക്കേഷൻ നടത്തിയിട്ടുണ്ട്. എന്റെ ഡീറ്റെയിൽസ് നാളെ കിട്ടും. സത്യം പറഞ്ഞാൽ സാർ, അതാണ് എന്റെ പ്രതീക്ഷ.